വാഹനങ്ങൾ മോഡിഫൈ ചെയ്ത് ഉപയോഗിക്കുന്നതിൽ തെറ്റില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. വാഹനങ്ങളുടെ മോഡിഫിക്കേഷന് കടുത്ത നിയന്ത്രണങ്ങൾ നിലനിൽക്കെയാണ് പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം. അപകടകരമല്ലാത്ത മോഡിഫിക്കേഷൻ തെറ്റല്ല എന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച വീഡിയോയിലാണ് വാഹനപ്രേമികളെ ആഹ്ലാദിപ്പിക്കുന്ന പ്രതികരണം പങ്കുവച്ചത്. തംബ്നെയിലിലും ക്യാപ്ഷനിലും പിള്ളേർ മോഡിഫൈ ചെയ്യട്ടെ എന്ന് നൽകിയാണ് പ്രതിപക്ഷ നേതാവ് ഒഫീഷ്യൽ എന്ന അക്കൗണ്ടിൽ വീഡിയോ പങ്കുവച്ചിരിക്കുന്നത്. വാഹനങ്ങളിൽ അപകടകരമല്ലാത്ത മോഡിഫിക്കേഷൻ നടത്തുന്നത് തെറ്റല്ലെന്നും UDF അധികാരത്തിലെത്തിയാൽ ഇതിന് അനുമതി നൽകുമെന്നും പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കുന്നു. അപകടകരമല്ലാത്ത രീതിയിൽ വണ്ടിയിൽ നടത്തുന്ന മോഡിഫിക്കേഷനുകൾ തെറ്റല്ല, അപകടമായത് സമ്മതിക്കില്ല. അല്ലാതെയുള്ള മോഡിഫിക്കേഷൻസ് നടത്തട്ടെ. ചെറുപ്പക്കാർക്കൊക്കെ അത് വലിയ ആഗ്രഹമല്ലേ, അവരത് ഭംഗിയായി കൊണ്ടു നടക്കുന്നതല്ലേ, അതിലെന്താ തെറ്റ്? പ്രകടന പത്രികയിൽ ഞങ്ങളത് പറഞ്ഞിട്ടുണ്ട്, വി.ഡി. സതീശൻ പറഞ്ഞു. വി.ഡി. സതീശന്റെ പോസ്റ്റിന് ഇൻസ്റ്റഗ്രാമിൽ വലിയ പിന്തുണയാണ് ലഭിച്ചിട്ടുള്ളത്. പോസ്റ്റ് ചെയ്ത് 24 മണിക്കൂർ തികയും മുമ്പ് 53 ലക്ഷം പേരാണ് റീൽ കണ്ടത്. 10,000-കണക്കിന് ഷെയറുകളും ഇതിനോടകം ലഭിച്ചിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവിന്റെ നിലപാടുകളെ സ്വാഗതം ചെയ്തുകൊണ്ടാണ് നിരവധി പേർ റീലിന് താഴെ കമന്റുകൾ ഇട്ടത്. അതേസമയം UDF അധികാരത്തിലെത്തിയാൽ അപകടകരമല്ലാത്ത രീതിയിൽ വാഹനങ്ങളിൽ മോഡിഫിക്കേഷൻ അനുവദിക്കുമെന്ന പ്രതിപക്ഷ നേതാവിന്റെ അവകാശവാദത്തെ പരിഹസിച്ച് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ രംഗത്തെത്തി. മോഡിഫിക്കേഷൻ പാടില്ല എന്നത് കേന്ദ്ര നിയമമാണ്. സംസ്ഥാനത്തെ മന്ത്രി എന്ന നിലയിൽ ആളെ പറ്റിക്കാൻ ഇത്തരം അവകാശവാദങ്ങൾ പറയാൻ തനിക്കാവില്ല. അത് ഭരണഘടനാ ലംഘനമാകുമെന്ന് ഗണേഷ് കുമാർ പറഞ്ഞു. വി.ഡി. സതീശന്റെ പ്രതികരണം ഇലക്ഷന് ആളെ പറ്റിക്കാൻ പറയുന്നതാണെന്നും ഗണേഷ് കുമാർ മാധ്യമങ്ങളോട് പറഞ്ഞു. ലൈറ്റ് വയ്ക്കാൻ ഹൈക്കോടതി അംഗീകരിക്കില്ല. മന്ത്രി എന്ന നിലയിൽ നിയമലംഘനം അനുവദിക്കുമെന്ന് പറയാനാകില്ല. താനൊക്കെ ചെറുപ്പത്തിൽ വാഹനങ്ങൾ നല്ലപോലെ ആൾട്ടറേഷൻ ചെയ്യുമായിരുന്നു. അതൊക്കെ അന്ധകാലം, അന്ന് നിയമങ്ങളില്ലായിരുന്നുവെന്നും ഗണേഷ് കുമാർ പ്രതികരിച്ചു.